ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ 15ാമത്തെ ദിവസം, കൃഷിക്കാരനാവാൻ ശ്രമിക്കുന്നതിൻ്റെ 15ാമത്തെ ദിവസം. ഇതുവരെ നമുക്കെല്ലാം നല്ല പ്രോഗ്രസ്സാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ രണ്ടാമത് നട്ട പയർ വിത്തും മുളച്ചു, അതും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ഇലകളൊക്കെ വന്ന് നല്ല തണ്ടൊക്കെ നല്ല കട്ടിയുണ്ട്. പിന്നെ നമ്മൾ ചീര ആസ് യൂഷ്വൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത്, ഇന്ന് കുറച്ച് കാട് വെട്ടിയിട്ട് നമ്മുടെ പാവയ്ക്ക നടണം. പിന്നെ തക്കാളി ആ ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്, അപ്പോൾ അതൊന്നും പിരിച്ചും കൂടെ നടണം. അതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയതായിട്ട് വന്ന പയർ വിത്തുകളൊന്ന് കാണിച്ചു തരാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാവേ. ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് അത് പോയി കഴിഞ്ഞിട്ട് നട്ടതാണ്. ആദ്യം നമ്മൾ നട്ടതൊക്കെ പോയി, അപ്പോൾ നമ്മളിതിപ്പോൾ രണ്ടാമത് നട്ടാണ്. അത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് നേരത്തെ നട്ടത് പൂവാത്തത്, അതായത് ആ തണ്ടൊടിഞ്ഞ് പൂവാത്തത്, നമ്മളുടെ അടിപൊളിയായി വളർന്നു വരുന്ന ചീര ഒക്കെ, നമ്മളുടെ വെണ്ടയ്ക്ക നല്ല നല്ല സൂപ്പറായിട്ട് ഇലയൊക്കെ വന്ന് എല്ലാം സെറ്റാണ്. അപ്പം ഞാനിതാ നനയ്ക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ പറഞ്ഞ കണക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കാട് വെട്ടണം, തക്കാളി വിത്ത് പിരിച്ച് നടണം, പാവയ്ക്ക നടണം. അതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും നല്ല സമയം വരട്ടെ. അപ്പോൾ ബൈ, ഞാനിത് നനയ്ക്കാനായിട്ട് പോകുന്നു. ഇവിടെ ഈ ഏരിയയിലാണ് നമ്മൾ പാവയ്ക്ക വിത്ത് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയില്ല, ബാക്കി സ്ഥലത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നടണം. അതിനിടയ്ക്ക് ഒരു മത്തൻ നിപ്പുണ്ട്, അത് മുറിച്ച് കളയാണ്ട് വേണം ഇത് സെറ്റാക്കാൻ. അപ്പോൾ അങ്ങനെ പരിപാടി നടക്കട്ടെ. ഞാനിപ്പോൾ കാട് വെട്ടുന്നത് എടുക്കുന്നില്ല, ഞാനപ്പോൾ കാട് വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളുടെ കാട് വെട്ട് ഏറെക്കുറെ തീർന്നില്ല, ഞാൻ നിർത്തി. എൻ്റെ ഉള്ളിൽ എണ്ണയൊക്കെ കത്തി തീർന്ന്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും നിന്ന് പണിയെടുക്കാനുള്ള സ്റ്റാമിന ഇല്ല, അതുകൊണ്ട് എനിക്കുമില്ല. ഞാനിപ്പോൾ വെട്ടിയത് കാണിച്ചു തരാവേ. അപ്പോൾ ഇത്രയും നമ്മൾ കാട് വെട്ടി തീർത്തു. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടെ ബൈ.